ഇനി ആക്രമിച്ച് ഓടി ഒളിക്കാമെന്ന് കരുതണ്ട. പഴയ കാലമല്ല. നിങ്ങൾ മാത്രമല്ല ശക്തർ. പ്രതിരോധിക്കാനും തിരിച്ചാക്രമിക്കാനും ലോകരാജ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇസ്രായേലിനുള്ള അവസാന കാര്യവുമായി കുറ്റകൃത്യങ്ങൾ ചെയ്ത് സുരക്ഷിതമായിരിക്കാമെന്ന സയനിസ്റ്റ് ഭരണകൂടം കരുതണ്ട. നമ്മുടെ തിരിച്ചടി പതിഞ്ഞ രീതിയിലായിരിക്കില്ലെന്ന് ഇറാൻ ജനതയ്ക്ക് ഉറപ്പു നൽകുകയാണ്. അടിക്കുക എന്നിട്ട് ഓടി ഒളിക്കുക എന്ന ഇസ്രായേലിന്റെ സ്ഥിരം പരിപാടി ഇനി അനുവദിക്കില്ല. ശക്തമായ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ വാക്കുകളാണിത്. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയാം. ജൂൺ 13 ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തോടെ ഖാംനെയി നടത്തിയ പ്രതികരണമായിരുന്നു അത്. ഇപ്പോഴത്തെ 2 ആഴ്ചയോളം നീണ്ട ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ വെടിനിർത്തലിന് തൊട്ടു മുൻപ് അതേ സന്ദേശം തന്നെ ഇറാൻ നൽകിയിരിക്കുന്നു. ഇത്തവണ അമേരിക്കയ്ക്കുള്ള സന്ദേശമായിരുന്നു ഇത്. ആക്രമണം നടത്തി ഓടി ഒളിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മാന്യമായി മര്യാദയ്ക്ക് തന്നെ പെരുമാറുക. ജൂൺ 13 പുലർച്ചെയിൽ ഇറാൻ മണ്ണിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ വൻ ബോംബ് വർഷവും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ പ്രതികരണം വരുന്നത്. സമീപകാലത്ത് ഇറാനിൽ നിന്നും വരുന്ന വാർത്തകളും അവരുടെ പ്രതിരോധ നീക്കങ്ങളുമെല്ലാം പിന്തുടരുന്നവർ അന്ന് ഖാംനെയി വാക്കുകൾക്കത്ര വില കൊടുത്തു കാണില്ല. ഗസ യുദ്ധ ഉടനീളം തന്നെ കണ്ട വലിയ വായിലുള്ള സ്ഥിരം വാക്കസർത്തുകൾ തന്നെ ഇപ്പോൾ ഒന്ന് മാത്രം അതെന്നാകും എന്ന് എല്ലാവരും കരുതുക. ഇറാൻ കമാൻഡർമാരുടെ ആണവ ശാസ്ത്രജ്ഞരുടെയും ഇടയ്ക്കിടെയുള്ള കൊലപാതകം മുതൽ രാജ്യത്തിന്റെ അതിഥിയായി എത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ ഞെട്ടിപ്പിക്കുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുവരെയുള്ള ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. അതിനോടെല്ലാം ഇറാൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയേണ്ട കാര്യമാണ്. 2024 ഏപ്രിലിലും ഒക്ടോബറിലും ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ 2 ആക്രമണങ്ങൾ തന്നെയാണ് കണ്ടത്. ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രായേൽ ഒരു പോറൽ പോലും ഏൽക്കാനായിരുന്നില്ല. 200ഓളം മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള 2ാം ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരുന്നുവെന്നതും സത്യമാണ്. മൊസാദ് ആസ്ഥാനവും ഇസ്രായേൽ സൈനിക താവളങ്ങളും വരെ ഇറാന്റെ മിസൈലുകളെന്ന് എതിർത്തിരുന്നു. എന്നാൽ ആക്രമണം നടത്തി പെട്ടെന്ന് പിന്തിരിയുകയായിരുന്നു ഇറാൻ ചെയ്തത്. സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാതിരിക്കാനും വലിയ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീളാതിരിക്കാനും പ്രത്യേക കരുതലോടെ തന്നെ ഈ ഓപ്പറേഷൻ മുന്നോട്ടു പോകും. ഇറാൻ ആഭ്യന്തരം തകർന്നിരിക്കുകയാണെന്നുള്ള വിലയിരുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. ഇറാന്റെ ശക്തി ഇസ്രായേലിന്റെ അടുത്ത് തെളിയിക്കുകയായിരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. ഇറാൻ ഒരു നല്ലൊരു രാജ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവരെ അങ്ങോട്ട് കയറി ഉപദ്രവിച്ചതിന് ഫലമായി തന്നെയാണ് അവർ തിരിച്ചു കയറി ഇങ്ങനെയൊക്കെ ചെയ്തത്. അവർക്ക് പ്രതിരോധിക്കാനും ആക്രമിക്കാനും അറിയാമെന്ന് തെളിയിക്കുകയായിരുന്നു ഓരോ തവണയും. അതോടെ തന്നെ കൂടുതൽ കാര്യങ്ങളും അവർക്ക് അതിലൂടെയാണ് മനസ്സിലായത്. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇവർക്കൊക്കെ മനസ്സിലാകൂ എന്ന രീതിയിലാണ് ഇത് പോകുന്നത്.